അമ്മച്ചിയുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് അമ്മച്ചിയുടെ ബർത്ത്ഡേ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് അമ്മച്ചിയുടെ ബർത്ത്ഡേ. അപ്പോൾ നമുക്ക് അമ്മച്ചിയോട് പോയിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയണം. അമ്മച്ചി എന്താ ചെയ്യണേന്ന് നോക്കി നോക്കാം. എന്തൊക്കെയാണ് അമ്മച്ചിയുടെ കാര്യങ്ങളെന്ന് നോക്കി നോക്കാം. നമ്മൾ അമ്മച്ചിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാം. അമ്മച്ചി എപ്പോഴും അടുക്കളയിലാണ് ആവാറ്. അടുക്കളയിൽ തന്നെയാണ്. നോക്കി നോക്കാം. അമ്മച്ചി ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താണ് ബർത്ത്ഡേ ആയിട്ട്? പിന്നെ മക്കളോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അമ്മയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, നീനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വരുന്നു വിചാരിക്കണു. കേക്ക് മുറിക്കണ്ടേ? കേക്ക് മുറിക്കണം. ആ, അപ്പൊ ഞങ്ങള് കേക്ക് മുറിക്കും. പായസം ഏതാ? പായസം ഉണ്ടാക്കണം. സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട്. ആ, അപ്പൊ അമ്മച്ചി സേമിയ പായസം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം. എല്ലാരും വരട്ടെ. അപ്പോൾ ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്, അമ്മച്ചി കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് പോവാണ്. ഗിഫ്റ്റൊക്കെ മേടിക്കണം. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോവാണ്. സക്രിയേട്ടൻ വന്നിട്ടുണ്ട്. ഓട്ടോറിക്ഷയിലാണ് പോണത്. അച്ചായനില്ല, അപ്പോൾ അത് കാരണം ഓട്ടോറിക്ഷയിലാണ് ഞാൻ പോണത്. സക്രിയേട്ടനാണ് കണ്ടു. അപ്പോൾ പോവല്ലേ? ഓക്കെ, റൈറ്റ്. നമ്മൾ അമ്മച്ചിക്ക് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തുണിക്കട ഉണ്ട് ചാലിശ്ശേരിയിൽ തന്നെ, ബ്യൂടെക്സ് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വന്നെടുക്കുകയാണ്. അപ്പോൾ അമ്മച്ചി എപ്പോഴും പറയും സാരികൾ കൊണ്ടെടുത്ത ഒരു ബ്ലൗസ് പീസ് ഇല്ലയെന്ന്. അപ്പോൾ ഒരു 8-9 10 എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു ബ്ലൗസ് പീസ് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അതെടുക്കാം. അമ്മച്ചിക്കുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. അപ്പോൾ താങ്ക് യു താത്ത. താങ്ക് യു. നാളെ അമ്മച്ചിക്ക് കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ചാലിശ്ശേരിയിലുള്ള ഫേമസ് ബേക്കറിയിൽ കയറുകയാണ്. കേക്ക് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഇത് 1/2 കിലോൻ്റെ അല്ലേ? ഇത് 1/2 കിലോൻ്റെ അല്ലേ? നല്ല ഭംഗിയുള്ള കേക്കാണ്. നമ്മൾ കേക്ക് മേടിച്ചു പോവാണ്. നമ്മുടെ അമ്മച്ചിയുടെ ബർത്ത്ഡേയുടെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. സേമിയ പായസമാണ്. എന്താ ഈ പായസം? ശരിയാ? പായസം കുടിക്കാം. ഒരു ഗ്ലാസ് കുടിക്കാം. ഒരു ഗ്ലാസ് വെള്ളം വയ്ക്കോ? മധുരമൊക്കെ കുറവല്ലോ. ഓക്കെ, സേമിയ പായസം. അപ്പൊ അമ്മച്ചിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്ക് മുറിക്കാണ്. ഏട്ടൻ വന്നില്ല, അച്ചായനില്ല, ആരും എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ കേക്ക് മുറിക്കാണ്. ഹാപ്പി ബർത്ത്ഡേ അമ്മച്ചി. അല്ല, അപ്പൊ അതിന് മുന്നേ അമ്മച്ചിക്ക് എന്തോ പറയാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കേക്ക് മുറിയുടെ പിന്നെ അമ്മച്ചിക്ക് എന്തോ 2 വാക്ക് പറയണമെന്ന് പറഞ്ഞിരുന്നു. എന്താ പറയാനുള്ളത്? അടുത്ത് ഈ വർഷം ബർത്ത്ഡേ കഴിക്കാൻ ഈ ദിവസം ഒരുക്കാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് എന്റെ ഫാമിലി. ചേച്ചി കൊടുത്തതാണ്. സൂപ്പർ വാച്ചാണ്.
അമ്മിച്ച് സാരിക്ക് ബ്ലൗസ് ഇല്ല എന്ന് പറയാൻ വേണ്ട. ഒരു 10 ബ്ലൗസാണ് എടുത്തു കൊടുത്തിട്ട് 10 ഈ സാരിക്കൊന്നും ബ്ലൗസ് ഇല്ല എന്ന് പറയാൻ പാടില്ല. എനിക്കല്ലേ ഏതോ 2 ബ്ലൗസ് അതാ അമ്മിച്ചേന്ന് വാങ്ങിച്ചോ. വല്ലതരം ബ്ലൗസ് ജാക്കറ്റിൽ സാരിക്ക് ചിക്കൻ കറി കണ്ടല്ലേ കുറച്ച് എല്ലാരും ഉണ്ടായിട്ടാണ് ഞാൻ ഇത്ര തോന്നെ നെയ്ച്ചോറൊക്കെ വെച്ചത്. പക്ഷെ ആരുമില്ല, ആരും എത്തിയില്ല. നെയ്ച്ചോറും ചിക്കൻ കറി. ആ അമ്മയ്ക്ക് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പായസം അവിടെ പായസം അമ്മച്ചിയുടെ പായസം സേമിയാണ് പായസം. അപ്പൊ അമ്മച്ചിയുടെ ബർത്ത്ഡേ ഞങ്ങൾ ഇങ്ങനെ ചെറിയൊരു പരിപാടിയായിട്ട് കഴിച്ചു. അമ്മച്ചിക്ക് അമ്മച്ചിയുടെ മോൻ വരാത്ത വിഷമവും ബാക്കി മരുമക്കളില്ലാത്ത വിഷമമൊക്കെ ഉണ്ട്. എന്നാലും നാളെ ഏട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് വീണ്ടും സന്തോഷമായിട്ട് വേറെ കേക്ക് മുറിക്കാൻ വിചാരിച്ചിട്ടുണ്ട് നാളെ. അപ്പൊ ഇന്നത്തെ കേക്ക് മുറി കഴിഞ്ഞു. ഞങ്ങൾ ഭക്ഷണം കഴിക്കണം.